ഓക്കെ, നമ്മൾ ഈ കാണുന്നത് ICICI ബാങ്കിൻ്റെ ചാർട്ടാണ്. ഇതവിടെ കാണാം, ICICI ബാങ്കിൻ്റെ 5 മിനിറ്റ്സ് ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടോ? ഈ ഒരു ചാർട്ടിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസത്തെ ഹൈ കണ്ടോ? ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈ, ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് കണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് ഇതായിരുന്നു. ഇതെല്ലാം മാർക്കറ്റ് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സൂചിപ്പിക്കുന്നത്, അതായത് കഴിഞ്ഞ ദിവസത്തെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നിന്ന ഏരിയ ഇതിന് ബിലോ ആണ്. ആ സെൻറ്റിമെൻറ്റിന് എബോവ് ആണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ തന്നെ ചെയ്തത്. അത് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്തു ആദ്യത്തെ ഒരു 5 മിനിറ്റ്സിൽ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് 5 മിനിറ്റ് തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ 3 മിനിറ്റ്സ് സ്റ്റാർട്ട് ആക്കിയാലും കാണാം. കണ്ടോ, 3 മിനിറ്റ്സിലും മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ ഒരു കഴിഞ്ഞ ദിവസം സെൻറ്റിമെൻറ്റിൻ്റെ എബോവ് പോയിട്ടുള്ളതായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് നമുക്കിവിടെ ടൈം കാണാം 9:29 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞ ദിവസത്തെ ക്ലോസ്, കഴിഞ്ഞ ദിവസത്തെ ഹൈ ഫസ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ബയ്യേഴ്സിൻ്റെ സെൻറ്റിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ബയ്യേഴ്സ് വരാനുള്ള ഫർദർ ഇനി മാർക്കറ്റിൽ ബയ്യേഴ്സ് വന്ന് ഇതിനെ അപ്സൈഡ് കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യലാണ് കൂടുതൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇനി അതിനുള്ള മാർക്കറ്റ് ഇങ്ങോട്ട് പോയി ഇതാ ഇവിടെ ഒരു ചെറിയ റീട്രേസ്മെൻ്റ് ഒക്കെ വരാം. അതിനുശേഷം മാർക്കറ്റ് ഫർദർ അപ്സൈഡിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ ടൈം നോക്കി 10:29 കണ്ടോ? ക്ലിയർ ആണ്, 10:29. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നോക്കി നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇതാ ഇവിടെ കാണുന്ന ICICIയുടെ തന്നെ ചാർട്ടാണ്, 3 മിനിറ്റ്സ് ആണ്. ഇതേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് കാണാൻ സാധിക്കുക. കണ്ടോ, മാർക്കറ്റ് അപ്സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ആ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലിനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ റീസൺസ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ആ ഒരു 1 അവർ മുമ്പ് എടുത്ത വീഡിയോയിൽ പറഞ്ഞ സെയിം റീസൺസ് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എപ്പോഴും മാർക്കറ്റിലുള്ള ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കുന്നതിലായിരിക്കണം. നമ്മൾ ചാർട്ട് പാറ്റേൺസ്, ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പോലുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട്, അതായത് ഒരിക്കലും ആദ്യം പാറ്റേൺസ് ഒന്നും പഠിക്കാൻ പോകാതെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് മാർക്കറ്റിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പാറ്റേണിൻ്റെ കാട്ടിയും ഏതൊരു ചാറ്റ് പാറ്റേണിൻ്റെ കാട്ടിയും ഏറ്റവും നന്നായിട്ട് മാർക്കറ്റിൽ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ആയിരിക്കും എപ്പോഴും മുൻതൂക്കം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചാർട്ട് കാണാം, ഈ ഒരു ചാർട്ട് പോയിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും ഹൈയിൽ മാർക്കറ്റ് ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏറ്റവും ഹൈയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കൃത്യം 9:21 ആ ഒരു സെൻറ്റിമെൻറ്റ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കിയതാണ്. ഇപ്പോൾ ഓരോ 1 അവർ കഴിഞ്ഞ് 10:29 നമ്മളിപ്പോൾ അത് ചെക്ക് ചെയ്തതാണ് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ അറിയില്ല അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആ ഒരു സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, പാറ്റേൺസ് നോക്കുമ്പോൾ പലയിടത്തും ചാർട്ട് പാറ്റേൺസ് വരും. അതൊക്കെ ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ട് സ്ഥലങ്ങളും, ഇപ്പോൾ റിവേഴ്സൽ പാറ്റേൺസ്, കണ്ടിന്യൂഷൻ പാറ്റേൺസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് പാറ്റേൺസ് ഉണ്ട്. അത് പലർക്കും കൺഫ്യൂഷൻ ആക്കുകയാണ് ചെയ്യുന്നത്. ഈ പാറ്റേൺസ് ഇഷ്ടംപോലെ പാറ്റേൺസ് പഠിച്ചിട്ട് പലരും മാർക്കറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പാറ്റേൺസ് പഠിച്ച് കൺഫ്യൂഷൻ ആക്കാതെ ഏറ്റവും നന്നായിട്ട് ശ്രമിക്കേണ്ടത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യാനാണ് കേട്ടോ. അതിപ്പോൾ ഏതായാലും ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഇൻട്രാഡേയുടെ കേസിൽ അല്ലെങ്കിൽ ഇൻട്രാഡേ എടുത്തതിൻ്റെ കേസിൽ മാത്രമല്ല, വെദർ ഇറ്റ് ഈസ് സ്വിങ് ആയാലും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും എല്ലാ കാര്യത്തിലും മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അത് മാറ്റി നിർത്തുക. ട്രേഡ് വരുമ്പോൾ അതായത് സ്വിങ് ആയാലും അതിപ്പോൾ BTC ഒരു 2 days എടുക്കുന്ന കാര്യമായാലും 1 week ആയാലും 1 month ആയാലും 1 day ആയാലും ഈ പറയുന്ന എല്ലാത്തിനും മാർക്കറ്റിന് പ്രാധാന്യം കൊടുക്കേണ്ടത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് റീഡ് ചെയ്യുന്നതിനായിരിക്കണം കേട്ടോ. പാറ്റേൺസ് നോക്കുന്നതിനായിരിക്കരുത്. ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ബയ്യേഴ്സ് സെല്ലർ നമ്മുടെ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കുന്നതിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചാർട്ട് മൂവ്മെൻറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഒരു ഓപ്പണിംഗ് സെൻറ്റിമെൻറ്റ് വെച്ചിട്ട്
നമ്മൾ നോക്കിയതാണ്. ആ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും സ്റ്റിൽ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആണോ? അപ്പോൾ ചാർട്ട് ഇവിടെ കാണാം. സെയിം ചാർട്ട് തന്നെയാണ്, സെയിം ആ ഒരു കാണിച്ച ടൈം തന്നെയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ.